ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നോക്കാം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. ശിക്ഷാവിധി വെള്ളിയാഴ്ച. ദിലീപിനെ വെറുതെ വിട്ട സംഭവത്തിൽ അനുകൂലിച്ചും എതിർത്തും പ്രതികരണങ്ങൾ. മഞ്ജു വാര്യർക്കെതിരെയും പോലീസിനെതിരെയും കടുത്ത ആരോപണവുമായി ദിലീപ്. ചാലക്കുടി ചായ്പൻകുഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 68കാരൻ മരിച്ചു. വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ഗുരുവായൂർ ചൂൽപ്പുറത്ത് JCB തട്ടി ബസ് കാത്തുനിന്നിരുന്ന വീട്ടമ്മയ്ക്ക് ദാരുണ അന്ത്യം. ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. 7 ജില്ലകളിൽ നാളെ വോട്ടെടുപ്പ്. തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നാളെ സമാപനം. തൃശൂർ ജില്ലയിൽ വോട്ടെടുപ്പ് വ്യാഴാഴ്ച. അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉടമകൾ 100 കോടിയിലേറെ രൂപയുടെ നിക്ഷേപവുമായി കമ്പനി പൂട്ടി മുങ്ങിയെന്ന ആരോപണവുമായി നിക്ഷേപകർ. തൃശൂരിലെ റീജിയണൽ ഓഫീസ് ഉൾപ്പെടെ അടച്ചുപൂട്ടി. വാർത്തകൾ വിശദമായി. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ആദ്യ 6 പ്രതികളാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. ഇവരെല്ലാം കുറ്റക്കാരാണെന്ന് കോടതി തോമസിനെ കോടതി വെറുതെ വിട്ടു. കുറ്റകൃത്യത്തിനായി ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു ദിലീപിനെതിരെയുള്ള ആരോപണം. എന്നാൽ ഇത് തെളിയിക്കാനായില്ല. പ്രതികളെ ജയിലിൽ സഹായിച്ചു, അപ്പുണ്ണിയുമായും നാദിർഷയുമായി ഫോണിൽ സംസാരിക്കാൻ സഹായം നൽകി എന്നിവയായിരുന്നു 9ാം പ്രതിയായ സനൽകുമാറിനെതിരെയുള്ള കുറ്റം. സനൽകുമാറിനെ കോടതി വെറുതെ വിട്ടു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ പിന്നാലെ പ്രതി ചേർക്കപ്പെട്ട ശരത് ജി നായർ 10ാം പ്രതിയായിരുന്നു. ഇയാളെയും കോടതി വെറുതെ വിട്ടു. TCV തൃശൂർ. തന്നെ കേസിൽ പെടുത്തിയതാണെന്നായിരുന്നു കോടതിയിൽ ദിലീപിന്റെ വാദം. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് ദിലീപിനെതിരായ കേസ്. എന്നാൽ തന്നെ കേസിൽപ്പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിച്ചതെന്നുമായിരുന്നു ദിലീപിന്റെ വാദം. 2017 ജൂലൈ 10-നാണ് കേസിൽ നടൻ ദിലീപ് പിടിയിലാകുന്നത്. 2017 ഒക്ടോബറിൽ 85 ദിവസത്തിന് ശേഷമാണ് ദിലീപിന് ജാമ്യം ലഭിക്കുന്നത്. 2017 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ 1ാം പ്രതി പൾസർ സുനി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത്. 2019-ലാണ് കേസിലെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. 261 സാക്ഷികളെ വിസ്തരിച്ചു. 2012 മുതൽ തന്നെ നടൻ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നുവെന്നാണ് ആക്രമിക്കപ്പെട്ട നടി വിചാരണയ്ക്കിടെ കോടതിയെ അറിയിച്ചത്. കാവ്യമാധവനുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറഞ്ഞതാണ് വിരോധത്തിന് കാരണമെന്നും നടി കോടതിയിൽ മൊഴി നൽകിയിരുന്നു. തനിക്കെതിരെ നിന്നവരെന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ലെന്ന് ദിലീപ് പറഞ്ഞുവെന്നും മൊഴിയുണ്ട്. ഇതിനിടെ തന്നെ അറിയില്ലെന്ന ദിലീപിന്റെ നിലപാട് തള്ളി 1ാം പ്രതി പൾസർ സുനിയും വിചാരണയ്ക്കിടെ രംഗത്തെത്തിയിരുന്നു. തങ്ങൾക്കിരുവർക്കും പരസ്പരം അറിയാമെന്നായിരുന്നു പൾസർ സുനിയുടെ നിലപാട്. നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്താൻ പൾസർ സുനിയും സംഘവും മുമ്പും ശ്രമിച്ചിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. 2017 ജനുവരി 3-ന് ഗോവയിൽ വെച്ച് കൃത്യം നടത്താനായിരുന്നു ആലോചന. എന്നാൽ ഷൂട്ടിംഗ് നേരത്തെ പൂർത്തിയാക്കി നടി മടങ്ങിയതിനാൽ കൃത്യം നടന്നില്ല. തുടർന്നാണ് പിന്നീട് കൊച്ചിയിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. TCV തൃശൂർ. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വിധി നിരാശാജനകമെന്ന് നടിയെ ആക്രമിച്ച കേസിലെ ആദ്യ പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് A. സുരേശൻ. ഗൂഢാലോചന തെളിയിക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും സുരേശൻ TCVയോട് പറഞ്ഞു. 9 വർഷത്തോളം എടുത്തിട്ടുള്ള ഒരു വലിയ നീണ്ടൊരു വിചാരണയാണ്. ഏതായാലും വിധി പ്രോസിക്യൂഷൻ സംബന്ധിച്ച് നിരാശാജനകമാണെന്നാണ് ഞാൻ പറയുള്ളൂ. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ പ്രോസിക്യൂട്ടർമാർക്ക് വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇതിനകത്തില്ല. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി കൊണ്ടുവരുന്ന കോടതിയിൽ സമർപ്പിക്കുന്ന തെളിവുകൾ നമ്മൾ നിയമാനുസൃതം കോടതിയിൽ ബോധിപ്പിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് എല്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കും ഉള്ളത്. അത് തന്നെ ഇതിലും നമ്മളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഗൂഢാലോചന സിദ്ധാന്തം അത് പൊതുവെ പ്രോസിക്യൂഷൻ എല്ലാ കേസുകളിലും തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇഴകീറി പരിശോധിച്ചിട്ട് മാത്രമേ കോടതികളൊക്കെ അത് എനിക്ക് പൊതുവെ ഊർന്നിറങ്ങിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുകയുള്ളൂ. റിസ്ക് എടുക്കാൻ ഒരു കോടതികളും തയ്യാറാവില്ല. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഒരുപാട്
തെളിവുകൾ പ്രോസിക്യൂഷൻ പിന്നീട് തുടരന്വേഷണം നടത്തി ഹാജരാക്കിയെന്നൊക്കെയാണ് നമുക്ക് പത്രങ്ങളിൽ നിന്നും മറ്റും മനസ്സിലായിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ നമുക്ക് വിധിന്യായം വായിച്ചു നോക്കിയിട്ട് മാത്രമേ അതിൽ കൂടുതൽ പറയാൻ കഴിയൂ. വിധിക്ക് ശേഷം മഞ്ജു വാര്യർക്കെതിരെയും പോലീസിനെതിരെയും കടുത്ത ആരോപണവുമായി ദിലീപ്. കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ദിലീപ് കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത്. ക്രിമിനൽ പോലീസ് സംഘത്തെ കൂട്ടുപിടിച്ച് അന്നത്തെ ഒരു ഉദ്യോഗസ്ഥ തനിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും തന്നെ പ്രതിയാക്കാനാണ് ഗൂഢാലോചന നടന്നതെന്നും ദിലീപ് പറഞ്ഞു. ജയിലിലുള്ള പ്രതികളെ കൂട്ടുപിടിച്ച് പോലീസ് കള്ളക്കഥ മെനഞ്ഞുവെന്നും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുവെന്നും ദിലീപ് പറഞ്ഞു. തന്റെ ജീവിതം നശിപ്പിക്കാനും ശ്രമമുണ്ടായെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു. ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെ: ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞതിൽ നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയെയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസും ചേർന്നാണ് ഇങ്ങനെയൊരു നടപടിയുണ്ടാക്കിയത്. ഇതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിലുണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ച് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയായിരുന്നു കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ ദിലീപിന്റെ പ്രതികരണം. TCV തൃശൂർ. ചാലക്കുടി ചായ്പൻകുഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. തെക്കൂടൻ വീട്ടിൽ 68 വയസ്സുള്ള സുബ്രനാണ് മരിച്ചത്. രാവിലെ ചായ കുടിക്കാൻ ഹോട്ടലിലേക്ക് പോകുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം. സംഭവത്തിൽ റേഞ്ച് ഓഫീസിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി. ചായ്പൻകുഴി റേഞ്ച് ഓഫീസിലേക്കാണ് നാട്ടുകാർ പ്രതിഷേധ റാലി നടത്തിയത്. ഓഫീസിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. വന്യജീവി ആക്രമണം തടയാൻ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചാണ് പ്രതിഷേധം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കണമെന്നും ആവശ്യം. ഫോറസ്റ്റ് ഓഫീസിന് മീറ്ററുകൾ മാത്രം അകലത്തിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. വനംവകുപ്പ് പറഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് അപകടം നടന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ചായ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയ RDOയെ പ്രതിഷേധക്കാർ തടഞ്ഞുവച്ചു. മരിച്ചയാളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകുമെന്നും 5 ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകുമെന്നും അധികൃതർ ഉറപ്പു നൽകി. ഗുരുവായൂർ ചൂൽപ്പുറത്ത് JCB തട്ടി ബസ് കാത്തു നിന്നിരുന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പുത്തമ്പള്ളി പാലഞ്ചേരി റോഡിൽ തേർലി രഘുവിന്റെ ഭാര്യ 56 വയസ്സുള്ള ഗിരിജയാണ് മരിച്ചത്. പുത്തമ്പള്ളിയിൽ ടിപ്പർ ലോറിയും JCBയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ റോഡരികിൽ ബസ് കാത്തു നിന്നിരുന്ന ഗിരിജയാണ് JCB തട്ടി മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സ്ത്രീ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അപകടത്തിൽ ബൈക്ക് യാത്രികനും പരിക്കേറ്റു. പുത്തമ്പള്ളി വാഴപ്പിള്ളി ശരത്തിനാണ് പരിക്കേറ്റത്. ചൂൽപ്പുറം കമ്പനിപ്പടി റോഡിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. മുതുവട്ടൂർ കാജ ചായ കമ്പനിയിലെ പാക്കിംഗ് തൊഴിലാളികളായ ഗിരിജയും വിജയലക്ഷ്മിയും ജോലിക്ക് പോകാനായി ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ഈ സമയം കമ്പനിപ്പടി റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന മണ്ണുമാന്തി യന്ത്രവും കുന്നംകുളം ഭാഗത്തേക്ക് പോയിരുന്ന ടിപ്പറുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വട്ടം തിരിഞ്ഞ മണ്ണുമാന്തി യന്ത്രത്തിന്റെ പുറകിലേക്കായി ഗിരിജയെ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. മണ്ണുമാന്തി യന്ത്രത്തിന്റെ മുൻവശത്തെ കൈത്തട്ടി ശരത്ത് ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണു. പരിക്കേറ്റ ഇരുവരെയും മുതുവട്ടൂർ രാജാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഗിരിജയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഭയന്ന് പിന്മാറിയ വിജയലക്ഷ്മി കാനയിലേക്ക് വീണതോടെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുന്നംകുളത്തെ ചുമട്ടുതൊഴിലാളിയായ ശരത്ത് ജോലിക്ക് പോകുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ടിപ്പറിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിവീണ് ഡീസൽ റോഡിലൂടെ ഒഴുകി. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വാഹനങ്ങൾ തിരിച്ചുവിട്ട് റോഡ് കഴുകി വൃത്തിയാക്കി. ഇതേ തുടർന്ന് ചാവക്കാട് കുന്നംകുളം റോഡിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ പണിക്കവീട്ടിൽ ഗഫൂറിന്റെ മതിലും തകർന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിനു സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിരുത്തിപ്പറമ്പ് കൊല്ലംപറമ്പിൽ ചന്ദ്രന്റെ മകൻ 39 വയസ്സുള്ള രതീഷ് ചന്ദ്രനാണ് മരിച്ചത്. പരിക്കേറ്റ പുത്തൻചിറ സ്വദേശി പയ്യപ്പിള്ളി വീട്ടിൽ ജിബിൻ ഷാജിയെ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം. ചാലക്കുടിയിൽ മത്സ്യത്തൊഴിലാളിയായ രതീഷ് വീട്ടിൽ നിന്നും ചാലക്കുടിയിലേക്ക് വന്നതായിരുന്നു. ചാലക്കുടിയിൽ നിന്നും പുത്തൻചിറയിലേക്ക് പോയ ജെബിൻ ബൈക്കുമായി റെയിൽവേ സ്റ്റേഷൻ ഗേറ്റിന് തൊട്ടടുത്ത് വച്ചായിരുന്നു കൂട്ടിയിടിച്ചത്. കൂട്ടിയിടിയുടെ ആഘാതത്തിൽ 2 ബൈക്കുകളും പൂർണ്ണമായും തകർന്നു. 1 വർഷം മുൻപായിരുന്നു രതീഷ് ചന്ദ്രന്റെ വിവാഹം. പെരുമ്പിലാവ് ആൽത്തറയിൽ മതിലിൽ നിന്ന് താഴേക്ക് തലയിടിച്ചു വീണ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. അസാം സ്വദേശി 40 വയസ്സുള്ള ഗുൽജാർ ഹുസൈനാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. ഇയാൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ ചുറ്റുമതിലിൽ കയറി സമീപത്തെ കെട്ടിടത്തിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ കാൽ തെറ്റി തലയിടിച്ചു വീണാണ് മരണം സംഭവിച്ചതെന്നാണ് നിഗമനം. കെട്ടിടത്തിന് മുകളിൽ നിന്ന് മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നത് പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചുറ്റുമതിലിനും കെട്ടിടത്തിന്റെ ചുമരിനുമിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതര സംസ്ഥാന തൊഴിലാളി വീണുകിടക്കുന്നത് കണ്ട് സുഹൃത്തുക്കൾ ചേർന്ന്
കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. വീഴ്ചയിൽ കഴുത്തുനേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്നാണ് നിഗമനം. 7 ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചരണം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകൾ നാളെ വിധി കുറിക്കാൻ പോളിംഗ് ബൂത്തിലെത്തും. വോട്ടർമാരുടെ മനസ്സ് കീഴടക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാണ് നിശബ്ദ പ്രചാരണ ദിവസം സ്ഥാനാർത്ഥികളും നേതാക്കളും. വോട്ട് തേടിയുള്ള സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നെട്ടോട്ടം ഇന്നുകൊണ്ട് അവസാനിക്കും. ഓരോ ത്രിതല പഞ്ചായത്തുകൾക്കും വ്യത്യസ്ത നിറത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ബാലറ്റ് ലേബലുകളാണ് ഉള്ളത്. വെള്ള നിറത്തിലുള്ള ബാലറ്റുകൾ ഗ്രാമപഞ്ചായത്തിന്, നീല നിറത്തിൽ ജില്ലാ പഞ്ചായത്തിനും പിങ്ക് നിറത്തിൽ ബാലറ്റുകൾ ബ്ലോക്ക് പഞ്ചായത്തിനുമാണ്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നാളെ സമാപനമാകും. തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. സൗത്ത് കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉടമകൾ 100 കോടിയിലേറെ രൂപയുടെ നിക്ഷേപവുമായി കമ്പനി പൂട്ടി മുങ്ങിയെന്ന ആരോപണവുമായി നിക്ഷേപകർ രംഗത്ത്. തൃശൂരിലെ റീജിയണൽ ഓഫീസ് ഉൾപ്പെടെ കേരളത്തിനകത്തും പുറത്തുമുള്ള 14 ബ്രാഞ്ചുകളും ഹെഡ് ഓഫീസും അടച്ചുപൂട്ടി. ചെയർമാൻ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒളിവിൽ പോയതായി നിക്ഷേപകർ ആരോപിച്ചു. 1200-ലേറെ നിക്ഷേപകരുടെ നിക്ഷേപ സംഖ്യയും പലിശയുമായി 100 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. എറണാകുളത്തും തൃശൂരുമായി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ നൽകിയതിനെ തുടർന്ന് 32 എഫ്ഐആറുകൾ ഇട്ട് കേസെടുത്തെങ്കിലും 3 മാസമായിട്ടും കമ്പനി ഡയറക്ടർമാർക്കെതിരെ യാതൊരു നടപടിയുമില്ലെന്ന് നിക്ഷേപകർ പറഞ്ഞു. തൃശൂർ, എറണാകുളം കമ്മീഷണർ ഓഫീസുകളിലേക്ക് മാർച്ചും സൊസൈറ്റി ചെയർമാൻ മുരളിയുടെ അയ്യന്തോളിലെ വസതിക്ക് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരവും സംഘടിപ്പിക്കുമെന്ന് നിക്ഷേപകരുടെ കൂട്ടായ്മയായ അറ്റ്കോസ് വിന്നേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തൃശൂരിൽ പറഞ്ഞു. ആൽഫ്രഡ് ബെന്നോ, വർഗീസ് മൊഴിയിൽ, ജോയ് വർഗീസ്, നെൽസൺ സ്റ്റീഫൻ, സാവൂൾ തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മതതീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയും ബന്ധം മറനീക്കി പുറത്തുവന്നുവെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കേരളത്തിന്റെ തലവര മാറ്റിയെഴുതുന്ന തെരഞ്ഞെടുപ്പിൽ വികസനവും വിശ്വാസവും ചർച്ചയാകുമെന്നും കൃഷ്ണദാസ്. തൃശൂർ പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കൃഷ്ണദാസ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണുന്നത് കേരളത്തിൻ്റെ തലവര മാറ്റിയെഴുതുന്ന തെരഞ്ഞെടുപ്പായിട്ടാണ്. കഴിഞ്ഞ 2024 തൃശ്ശൂർ പേരൂരിൽ നിന്നും ആരംഭിച്ച രാഷ്ട്രീയ മാറ്റം അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ കേരളമാകെ വ്യാപിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ പ്രത്യാശ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ വോട്ടർമാർ LDF, UDF മുന്നണികൾക്ക് നൽകിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും. വികസനത്തിനും ജനക്ഷേമത്തിനും ഊന്നൽ നൽകുന്ന കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഭരണ നേതൃത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരുന്നതോടെ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന നേട്ടം BJP കൈവരിക്കുകയും തുടർന്നു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പോടെ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ എന്ന ലക്ഷ്യം നേടുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഒരു ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരിലേക്കുള്ള രാഷ്ട്രീയ യാത്ര കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകും. 2 മുന്നണികൾക്കും അവർക്ക് നേതൃത്വം നൽകുന്ന CPM, കോൺഗ്രസ് പാർട്ടികൾക്കും ഇനി ഒന്നും മറച്ചു വെക്കാനുള്ള ഇവർ പൂർണ്ണമായി നഗ്നരായിരിക്കുകയാണ്. CPM, കോൺഗ്രസ് ജനങ്ങളെ മുല്ലൊന്നും മറച്ചു വെക്കാനില്ല. CPM, കോൺഗ്രസ് പാർട്ടികൾ കേരളത്തിൽ ജനങ്ങളുടെ മുൻപിൽ പൂർണ്ണമായി നഗ്നരായി കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണമെന്ന് BJP ആഗ്രഹിക്കുന്നത് വികസനവും വിശ്വാസവുമാണ്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പോറ്റി വളർത്തുന്നവരെ സംരക്ഷിക്കണമോ എന്ന കാര്യം ജനങ്ങൾ തീരുമാനിക്കുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ മത തീവ്രവാദ സംഘടനയുമായിട്ടുള്ള കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള ബന്ധവും നേരത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ള ബന്ധവും LDFന്റെ ബന്ധവും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇത്തരം തീവ്രവാദ സംഘടനകളെ പോറ്റി വളർത്തുന്നവരെ ഇനിയും കേരളത്തിൽ വിജയിപ്പിക്കണമോ, അവരിനിയും കേരളത്തിൻ്റെ പ്രാദേശിക തലത്തിലായാലും സംസ്ഥാനത്തായാലും അധികാരം വരെ ഏൽപ്പിക്കണമോ എന്ന ചിന്ത ദേശസ്നേഹികളായിട്ടുള്ള വോട്ടർമാർക്കിടയിൽ വളർന്നു വന്നിരിക്കുകയാണ്. TCV തൃശൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്.
കൊടകര അഴകം വാർഡിൽ ഇത്തവണ കടുത്ത മത്സരമാണ് നടക്കുന്നത്. കൊടകര പഞ്ചായത്തിലെ അഴകം വാർഡിൽ നടക്കുന്നത് വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. വാർഡ് നിലനിർത്താൻ BJPയും പിടിച്ചടക്കാൻ LDFും UDFും കച്ചമുറുക്കി രംഗത്തുണ്ട്. LDF, UDF, NDA സ്ഥാനാർത്ഥികൾക്ക് പുറമെ 2020യുടെ സ്ഥാനാർത്ഥിയും ഇത്തവണ മത്സരക്കളത്തിലുണ്ട്. UDF സ്വതന്ത്രൻ TG അജോ, CPMലെ K സുനിൽകുമാർ, BJPയിലെ അഡ്വക്കേറ്റ് ആശാ രാംദാസ്, 2020യുടെ MK സുധ എന്നിവരാണ് ഈ വാർഡിൽ ജനവിധി തേടുന്നത്. പ്രചാരണം അവസാനിപ്പിച്ച് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഒരുങ്ങവേ വോട്ടുകൾ ഉറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. കൊടകരയിലെ കേബിൾ TV ഓപ്പറേറ്ററും പ്രസ് ക്ലബ് ഭാരവാഹിയുമാണ് UDF സ്ഥാനാർത്ഥി TG അജോ. വർഷങ്ങളായി സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നതിന്റെ പരിചയ സമ്പത്തുമായാണ് ഈ 42-കാരൻ ജനവിധി തേടുന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് അജോ പറയുന്നു. ഞാൻ ജയിച്ചു വന്നാൽ ആദ്യം തന്നെ ഈ റോഡിന്റെ എല്ലാ പ്രവൃത്തികളും ചെയ്ത് നമ്മുടെ വാർഡിലേക്ക് കിട്ടാവുന്ന എല്ലാ ഫണ്ടുകളും പഞ്ചായത്തിൽ നിന്ന് വാങ്ങി ഈ വാർഡിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുമെന്നും ഞാൻ ഉറപ്പു തരികയാണ്. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്നതിന്റെ പരിചയസമ്പത്ത് കൈമുതലായുള്ള LDF സ്ഥാനാർത്ഥി K സുനിൽകുമാറും ഒപ്പത്തിനൊപ്പം മത്സരരംഗത്ത് സജീവമാണ്. ഇത്തവണ അഴകം വാർഡ് ഇടതുമുന്നണി കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് സുനിൽകുമാർ പറയുന്നു. നമ്മുടെ ഈ വാർഡിന്റെ റോഡ്, സ്ട്രീറ്റ് ലൈറ്റ്, ഈ കാര്യങ്ങളൊക്കെ അതിന്റെ ഗതികളും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടി നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ ഒറ്റക്കെട്ടായി ഇറങ്ങണം. വാർഡ് നിലനിർത്തുന്നതിനായി BJP ഇത്തവണ അങ്കത്തട്ടിൽ ഇറക്കിയിട്ടുള്ളത് അഡ്വക്കേറ്റ് ആശാ രാംദാസിനെയാണ്. 2016 മുതൽ 2020 വരെ ഈ വാർഡിനെ പ്രതിനിധീകരിച്ചതിന്റെ പരിചയസമ്പത്തും അഡ്വക്കേറ്റ് ആശയ്ക്കുണ്ട്. ഇവിടം വിജയം സുനിശ്ചിതമെന്ന് ഇവരും തറപ്പിച്ചു പറയുന്നു. വികസന തുടർച്ചയ്ക്കായിട്ട് NDA BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ വാർഡ് ജില്ലാതലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി BJP NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. TCV കൊടകര. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയതോടെ അയ്യന്തോൾ രാഷ്ട്രീയമായും സാമൂഹികമായും സജീവമാകുന്നു. സ്ഥാനാർത്ഥികളും പ്രചാരണത്തിന്റെ താളത്തിലാണ് ഇവിടെ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ 50ാം ഡിവിഷൻ അയ്യന്തോളിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നതും ഇവിടുത്തെ സ്ഥാനാർത്ഥികളെയാണ്. അയ്യന്തോളില് ഒരു മാറ്റം അനിവാര്യമാണ്. അയ്യന്തോൾ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വത്സല ബാബുരാജാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ മാറണം എന്ന് ആഗ്രഹിക്കുന്നത്? മാറണം എന്നാഗ്രഹിക്കുന്നത് 3 ടേമായിട്ട് ഇവിടെ BJP വാർഡായിരുന്നു. ഇപ്പോൾ ഒരു ഡീലിമിറ്റേഷൻ വന്നപ്പോൾ ഉദയനഗർ എന്ന് പറയുന്നൊരു ഏരിയ 50ാം ഡിവിഷൻ അയ്യന്തോളിനോട് കൂട്ടിച്ചേർത്തു. തീർച്ചയായിട്ടും ഉദയനഗറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ മുരടിപ്പാണ് ഇപ്പോൾ കാണുന്നത്. ആ മുരടിപ്പ് മാറ്റി പച്ചപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ റോഡുകൾ ഉദയനഗർ ഭാഗത്ത് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ വരുന്നത് വെള്ളം, വെളിച്ചം, ഇവിടെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ വളരെ ദയനീയാവസ്ഥയിലാണ് പോകുന്നത്. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലോട്ടുള്ള ഒരു കടന്നുവരവ്? രാഷ്ട്രീയത്തിലോട്ട് കടന്നു വരുന്നത് ഒരു ബൈ ഇലക്ഷനിലൂടെ ഒരു LDFന്റെ കൗൺസിലറായിരുന്നു. അവർക്ക് PSC പോസ്റ്റിംഗ് കിട്ടി. ജോലിക്ക് പോയപ്പോൾ ആ വീക്കെൻഡിലാണ് കടന്നു വരുന്നത് തന്നെ. ഇതുവരെയുള്ള നാട്ടുകാരുടെ ഭാഗത്തുള്ള ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം, വീട്ടിലിരിക്കില്ല, ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അയ്യന്തോളില് LDF സ്ഥാനാർത്ഥിയായി, അതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ലതാ സിദ്ധകുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണമൊക്കെ നല്ല രീതിയിൽ പോകുന്നു. ഓരോ വോട്ടർമാരുടെ വീട്ടിൽ കയറി ഇറങ്ങി വോട്ടുകൾ അഭ്യർത്ഥിച്ചു. അപ്പോൾ അവരുടെ ഭയങ്കര അനുകൂലമായിട്ടാണ്. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലോട്ടുള്ള ഒരു കടന്നുവരവ്? ചാരിറ്റബിളായിട്ട് തുടങ്ങിയ എല്ലാവരുമായിട്ട് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് ഈ LDF നേതാക്കളും SNDP നേതാക്കളും വന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നാടിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ജനങ്ങളുടെ ഏറ്റവും പ്രധാന പ്രശ്നം റോഡാണ്. യാത്രാ സൗകര്യം തീരെ ഇല്ല എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. അതിൽ ഉദയനഗറിലെ റോഡ് വളരെ മോശമാണ്. കുട്ടികൾ, സ്ത്രീകൾ, വയസ്സായവർക്കൊന്നും നടക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ആ റോഡിനാണ് പ്രധാനമായി കാണുന്നത്. വികസിത അയ്യന്തോളിനായി ഇവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശ്രീലത കുന്നമ്പത്താണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലോട്ട്? ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഈ പ്രസ്ഥാനവുമായി സഹകരിച്ചു പോകുന്ന ആൾ തന്നെയായിരുന്നു. ഇപ്പോൾ കൂടുതലായി ഇതിലോട്ട് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. മത്സരമായിട്ടാണ് കൂടുതൽ ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണോ? അല്ല, 2000 ഞാൻ മത്സരിച്ചിരുന്നു. തൃക്കൂരായിരുന്നു ഞാൻ അന്ന് താമസിച്ചിരുന്നത്. അപ്പം അന്ന് അവിടെ മത്സരിച്ചിരുന്നു. അപ്പൊ NDA ആണ് വീണ്ടും ഇപ്രാവശ്യം NDA തന്നെ ആയിരിക്കും മുന്നോട്ട്? തീർച്ചയായും. അപ്പൊ ആൾക്കാരുടെ മാത്രമുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട്? വളരെ നല്ല പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്തൊക്കെയാണ് വികസന കാഴ്ചപ്പാടുകൾ? മോദി സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന എല്ലാ പദ്ധതികളും നമ്മുടെ സാധാരണക്കാരനിലേക്ക് എത്രത്തോളം എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം എത്തിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഭാഗത്ത് ഞങ്ങൾക്ക് വെള്ളക്കെട്ട് വല്ലാതെ രൂക്ഷമായിട്ടുള്ളതുണ്ട്. അപ്പോൾ എത്രത്തോളം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഈ വെള്ളക്കെട്ട് ഇല്ലാതാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. ഏറ്റവും വാശിയേറിയ പോരാട്ടമാണ് അയ്യന്തോളിൽ നടക്കുന്നത്. ഇനി അയ്യന്തോളിലെ വോട്ട് ആര് വരുതിയിലാക്കുമെന്ന് കണ്ടറിയാം. ക്യാമറമാൻ പ്രവീണിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്. തൃശൂർ കോർപ്പറേഷൻ 22-ാം ഡിവിഷൻ ചെമ്പൂക്കാവിൽ അവസാന നിമിഷ വോട്ട് പോരാട്ടം ശക്തം. ജനവിധിക്കായി കാത്തിരിക്കുകയാണ് 3 മുന്നണികളും. ജനവിധി എഴുതാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവസാനഘട്ട പോരാട്ടത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ 22-ാം ഡിവിഷൻ ചെമ്പൂക്കാവ്. സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. ചെമ്പൂക്കാവിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന K മഹേഷാണ് എൻ്റെ ഒപ്പമുള്ളത്. ചേട്ടാ, ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമാണല്ലോ ഇലക്ഷനായിട്ട് ബാക്കിയുള്ളൂ. അവസാന പ്രചരണം ഒക്കെ ഏതുവരെയായി? അപ്പോൾ നമ്മൾ പ്രവർത്തകർ ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് ഒരു 3 പ്രാവശ്യങ്ങളിൽ ഞങ്ങൾ വീടുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ അമ്മമാരുടെ ഒരു വിഭാഗം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ചെറുപ്പക്കാരുടെ മറ്റൊരു വിഭാഗം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2015-2020 കാലഘട്ടത്തിൽ ഞാൻ ഇവിടുത്തെ കൗൺസിലറായിരുന്നു. അപ്പോൾ നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനം, ഒരു വികസന പ്രവർത്തനം ഞങ്ങൾക്ക് ചെമ്പൂക്കാവ് ഡിവിഷനിൽ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുന്നേ കൗൺസിലർ ആയപ്പോൾ നടപ്പിലാക്കാതിരുന്ന എന്തെങ്കിലും തരത്തിലുള്ള വികസനം ഈ വട്ടം നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഈ ഡിവിഷനിൽ നമ്മുടെ തൃശ്ശൂർ ടൗണിലെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ചെമ്പൂക്കാവ് എന്ന് പറയുന്നത്. അവിടെ ഒരു അംഗനവാടി ഇല്ല എന്നുള്ളത് സത്യമാണ്. ഒരു 9 സെന്റ് സ്ഥലം ഞാൻ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാം പുറമ്പോക്കായിരുന്നു. അതെല്ലാം എടുത്ത് മറ്റേ വില്ലേജ് ഓഫീസിലേക്ക് എല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ തുടർന്ന് അതിൻ്റെ നടപടികളൊന്നും കണ്ടതായിട്ട് ഇവിടെ കാണുന്നില്ല. അതുപോലെ തന്നെ ചെമ്പൂക്കാവിൽ ഏകദേശം ഒരു 1000-ഓളം പേര് താമസിക്കുന്ന സ്ഥലമാണ് കുണ്ടുപാറ എന്ന് പറയുന്ന സ്ഥലം, ഗാന്ധിനഗർ. അങ്ങോട്ട് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാഥമിക വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കൗൺസിൽ പാസ്സാക്കിയിട്ടുള്ള ആ ഒരു ഫയൽ പോലും ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. അത് അത്രയും പെട്ടെന്ന് അത് എടുത്തുകൊണ്ട് ആ ഫയലും എത്രയും വേഗം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ചെമ്പൂക്കാവിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജോയ് ബാസ്റ്റിൻ ചാക്കോളയാണ്. ചേട്ടാ, എന്തായാലും അവസാനഘട്ട പ്രചരണമൊക്കെ? ഇതിപ്പോൾ 5ാമത്തെ ഘട്ടം നമ്മൾ സ്ലിപ്പ് കൊടുക്കുകയാണ്. അറിയാലോ, സ്ലിപ്പ് വീടുകളിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു വർക്കാണ്, ഇലക്ഷൻ വർക്ക്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ഇലക്ഷൻ വർക്കിലുണ്ട്. ഇതാദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. വലിയ വിജയപ്രതീക്ഷയുണ്ട്. അപ്പോൾ ജയിക്കുകയാണെങ്കിൽ എന്ത് വികസനമാണ് ഈ ഒരു ചെമ്പൂക്കാവിൽ ഡിവിഷനിൽ വേണ്ടിയിട്ട് നടപ്പിലാക്കാൻ പോകുന്നത്? ചെമ്പൂക്കാവ് ഡിവിഷനിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നതാണ് കഴിഞ്ഞ 5 കൊല്ലം. എൻ്റെ ഭാര്യ റെജി ആയിരുന്നു കൗൺസിലർ. ആ വികസനത്തിൻ്റെ രീതി, വികസന പ്രവർത്തനങ്ങളുടെ രീതി എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ചെമ്പൂക്കാവിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഡെൽസൺ ഡേവിസ് പെല്ലിശ്ശേരിയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ആയിരുന്ന ഒരാൾ എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയ രംഗത്തിലേക്ക് പ്രവേശിച്ചത്? ഞാൻ അഡ്വക്കേറ്റ് മാത്രമല്ലായിരുന്നു, ഞാൻ CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയും LC അംഗമാണ് വർഷങ്ങളായിട്ട്. എനിക്ക് രാഷ്ട്രീയം കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ രാഷ്ട്രീയത്തിലുണ്ട്. ആദ്യമായിട്ട് പ്രവേശിച്ചതല്ല. ഇലക്ഷൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആദ്യമാണ്. ചെമ്പൂക്കാവ് നിയോജക മണ്ഡലം ഡിവിഷൻ തൃശ്ശൂർ സിറ്റിയുടെ അല്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വികസന വഴിയിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ്. അതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് എൻ്റെ ഇലക്ഷനിലൂടെ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാർക്ക് വേണ്ടി നടപ്പിലാക്കാൻ പോകുന്ന വികസനം? ആദ്യമായിട്ട് നമ്മൾ നടപ്പാക്കാൻ പോകുന്നത് ആരോഗ്യ രംഗത്താണ്. ഞാൻ ആരോഗ്യ രംഗത്തുണ്ടായിരുന്ന ആളും കൂടിയായിരുന്നു. അത് ക്യാഷ്ലെസ് മെഡിക്കൽ ഇൻഷുറൻസ്. 5 ലക്ഷം രൂപ വരാവുന്ന ഒരു കുടുംബത്തിനും വരാവുന്ന ക്യാഷ്ലെസ് മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ മരുന്ന് വിതരണം, വില വളരെ 25% വരെ വില കുറവിൽ മരുന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ 15% ഡിസ്കൗണ്ട് വരെയാണ് കിട്ടുന്നത്. അത് 25 വരെ കൊടുക്കാനുള്ളൊരു പദ്ധതി ആസൂത്രണം ചെയ്യണം. പിന്നെ ഞാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് ഞാൻ പ്രവർത്തിച്ചു വരികയാണ്. നമ്മുടെ മുരളീധരൻ മാസ്റ്റർ പ്രൊഫസറുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് ഞാൻ ചുമതലയുള്ള ആളാണ്. അത് എല്ലാ വീടുകളും, ആവശ്യമുള്ള എല്ലാ വീടുകളും എക്സ്റ്റെൻഡ് ചെയ്യും. അത് വാശിയേറിയ ഈ വോട്ട് പോരാട്ടത്തിൽ സ്ഥാനാർത്ഥികൾ കാത്തിരിക്കുന്നത് ജനവിധിക്ക് വേണ്ടിയാണ്. ആര് വാഴുമെന്ന് കാത്തിരുന്ന് കാണാം. ക്യാമറമാൻ റോയ്ക്കൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. ചാവക്കാട് നഗരസഭയിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന വാർഡാണ് പുത്തൻകടപ്പുറം. UDF ആധിപത്യമുള്ള വാർഡ് പിടിച്ചെടുക്കാൻ എല്ലാ അടവുകളും പയറ്റുകയാണ് LDF. 2010 LDF-ലെ ഫാത്തിമ ഹനീഫ വിജയിച്ചതൊഴിച്ചാൽ ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും UDF-നൊപ്പമായിരുന്നു ഈ വാർഡ്. ഇരു മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് ഇക്കുറി രംഗത്തിറക്കിയിരിക്കുന്നത്. UDF-നെ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും റൂറൽ ബാങ്ക് പ്രസിഡന്റുമായ CA ഗോപപ്രതാപനാണ് കളത്തിൽ.
മുൻ നഗരസഭാ കൗൺസിലറും CITU ജില്ലാ കമ്മിറ്റി അംഗവുമായ KM അലിയാണ് LDF സ്ഥാനാർത്ഥി. SDPIക്കായി മുജീബ് കുന്നത്തും മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ UDF കൗൺസിലർമാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉണ്ടാകുമെന്നാണ് സ്ഥാനാർത്ഥി CA ഗോപപ്രതാപന്റെ ഉറപ്പ്. 32-ാം വാർഡിൽ നിലവിലുണ്ടായിരുന്ന കൗൺസിലറും മുൻപുണ്ടായിരുന്ന UDFന്റെ കൗൺസിലർമാരും തുടങ്ങിവെച്ച വികസനം, ആ വികസനം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ വാർഡിലെ സമഗ്രമായ വികസനമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ റോഡുകളില്ലാത്ത സ്ഥലങ്ങളിൽ കൂടുതൽ റോഡുകളും ഉൾപ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയ ആഗ്രഹമായ പുത്തങ്കടപ്പുറത്ത് ഒരു മിനി ഹാർബർ യാഥാർത്ഥ്യമാക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഈ വാർഡിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അത് വേണ്ട എല്ലാ ആവശ്യമായ നടപടികളും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം UDF കൗൺസിലർമാർ ഈ വാർഡിനെ അവഗണിച്ചുവെന്നാണ് LDF സ്ഥാനാർത്ഥി KM അലിയുടെ ആരോപണം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ ഈ വാർഡുമായി ബന്ധപ്പെട്ട് നിന്ന കൗൺസിലർമാരും അതുപോലെ തന്നെ അതിന് നേതൃത്വം UDFും ഈ വാർഡിനെ പാടെ അവഗണിക്കുന്ന സമീപനങ്ങൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായും ഈ തീരദേശ പ്രദേശം എന്ന നിലയിൽ ഈ വാർഡിനകത്ത് നിരവധിയായ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ വോട്ടർമാരെയും സഹായ സഹകരണത്തോടു കൂടി വരും നാളുകളിൽ അതിനുള്ള പ്രവർത്തനം നടത്തും എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഈ തീരദേശ വാർഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ഇരു മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും നാട്ടിൽ വേണ്ടത്ര വികസനമില്ലെന്നും ജനങ്ങളുടെ ക്ഷേമത്തിനായി കൂടെ ഉണ്ടാകുമെന്നും SDPI സ്ഥാനാർത്ഥി മുജീബ് കുന്നത്ത് വ്യക്തമാക്കുന്നു. TCV ന്യൂസ്, ചാവക്കാട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് കന്നി അംഗത്തിനിറങ്ങിയ മകൾക്കു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ അച്ഛൻ. കൊടകര പഞ്ചായത്തിലെ കാരൂർ വാർഡിലാണ് ഈ കാഴ്ച. CPM സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നയൽ പ്രസാദിനു വേണ്ടിയാണ് അച്ഛൻ PR പ്രസാദൻ വോട്ട് തേടി വീടുകൾ കയറുന്നത്. 3 തവണ കൊടകര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുള്ളയാളാണ് കൊപ്രക്കളം സ്വദേശിയായ PR പ്രസാദൻ. 2000-ലും 2005-ലും 2015-ലും പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പ്രസാദൻ. നേരത്തെ PR പ്രസാദൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അച്ഛനു വേണ്ടി വോട്ടഭ്യർത്ഥിക്കാനുള്ള അവസരം SFI പ്രവർത്തകയായിരുന്ന നയലിനുണ്ടായിട്ടുണ്ട്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കൊടകര പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് 27-കാരിയായ അഡ്വക്കേറ്റ് നയൽ പ്രസാദ്. കോൺഗ്രസിലെ ലില്ലി ജോസഫും BJPയിലെ വൈഷ്ണ ഷിബിനുമാണ് ഈ വാർഡിലെ മറ്റു സ്ഥാനാർത്ഥികൾ. TCV ന്യൂസ്, കൊടകര. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 24-ാം വാർഡിലെ NDA സ്ഥാനാർത്ഥി അമ്പിളി ജയന്റെ പ്രചരണത്തിനായി ഉപയോഗിച്ച ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകമായി സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. പ്രചരണത്തിനായി വച്ച ബോർഡുകൾ ഉടനടി എടുത്തുമാറ്റണമെന്ന് കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകർ അമ്പിളി ജയനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി BJP ആരോപിച്ചു. ഫോണിലൂടെ ഭീഷണി മുഴക്കിയ CPM പ്രവർത്തകനെതിരെ അമ്പിളി ജയൻ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകി. തിരഞ്ഞെടുപ്പ് ബൂത്തുകളിൽ പ്ലാസ്റ്റിക് കുട്ടകൾ വയ്ക്കുവാൻ പാടില്ലെന്ന ഇലക്ഷൻ കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് വേറിട്ട സാമഗ്രികളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പഞ്ചായത്തിലെ 18 വാർഡുകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 27 ബൂത്തുകൾക്കായി തെങ്ങിന്റെ ഓല കൊണ്ട് മെടഞ്ഞ കുട്ടയാണ് പഞ്ചായത്ത് ബൂത്തുകളിൽ അജൈവ മാലിന്യങ്ങൾ, ജൈവമാലിന്യങ്ങൾ എന്നിവ നിക്ഷേപിക്കാനായി തയ്യാറാക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 25 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഗ്രാമിന്റെ വില 11,930 രൂപയിൽ നിന്ന് 11,955 രൂപയായി ഉയർന്നു. പവന്റെ വില 200 രൂപ ഉയർന്ന് 95,640 രൂപയായി. കുന്നംകുളം നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രകാശനം നടന്നു. സിനിമാ നടനും സാംസ്കാരിക പ്രവർത്തകനുമായ VK ശ്രീരാമൻ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. LDF കുന്നംകുളം നഗരസഭ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗം PM സുരേഷ്, CPM ഏരിയ സെക്രട്ടറി കൊച്ചനിയൻ തുടങ്ങിയവർ സംസാരിച്ചു. മുള്ളൂർക്കര പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. പൊതുയോഗം മുൻ MLA KNA ഖാദർ ഉദ്ഘാടനം ചെയ്തു. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പ്രകാശൻ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി MP കുഞ്ഞിക്കോയ തങ്ങൾ, NS വർഗീസ്, K നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു.
കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. കൊണ്ടാഴി മായന്നൂർ മേഖലകളിൽ നിന്ന് ആരംഭിച്ച റാലികൾ പാറമേൽപ്പടിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സേവർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. CPI കൊണ്ടാഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS ദിനേശ് അധ്യക്ഷനായി. UR പ്രദീപ് MLA, CPM ഏരിയ സെക്രട്ടറി T ഗോകുലൻ, കൊണ്ടാഴി നോർത്ത് സെക്രട്ടറി CA സുനിൽകുമാർ, CPI ജില്ലാ കൌൺസിൽ അംഗം TP സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ചെറിയ പ്രശ്നമായി എനിക്ക് പറയാനുള്ളത്, ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക മുരളി പെരുന്നല്ലി MLA പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായി. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, ലോക്കൽ സെക്രട്ടറിമാരായ KA ബാലകൃഷ്ണൻ, KK ബാബു, EV പ്രബീഷ്, RP റഷീദ് എന്നിവർ സംസാരിച്ചു. LDF നാട്ടിക പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം BS മണി അധ്യക്ഷത വഹിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, CPI മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, MR ദിനേശൻ, NCP ജില്ലാ സെക്രട്ടറി UK ഗോപാലൻ, M സ്വർണലത എന്നിവർ സംസാരിച്ചു. കോൺഗ്രസും BJPയും നടത്തുന്ന ഒരു കള്ളപ്രചാരവേളയും വിശ്വസിക്കാത്തവരായി കേരളത്തിൽ LDF തളിക്കുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കൈതക്കൽ സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തളിക്കുളം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് പൊതുസമ്മേളനം RJD ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി ഉദ്ഘാടനം ചെയ്തു. സുബിൻ നാസർ അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി RA ഹാരിസ് ബാബു, KR സീത, EPK സുഭാഷിതൻ, ഷീന പറയങ്ങാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നടക്കുന്ന ദേശീയ സ്കൂൾ അണ്ടർ-17 ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളുടെ പരിശീലന ക്യാമ്പ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൌണ്ടിൽ പൂർത്തിയായി. നാളെ ടീം കേരള ഉത്തർപ്രദേശിലേക്ക് യാത്ര തിരിക്കും. കേരള ടീമിന്റെ ജേഴ്സി കിറ്റ് വിതരണം കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PA റസിയ, ക്യാപ്റ്റൻ അതുലിനും പെൺകുട്ടികളുടെ കിറ്റ് ക്യാപ്റ്റൻ അനാമികയ്ക്ക് ബോയ്സ് സ്കൂൾ കായിക അധ്യാപകൻ PM ശ്രീനേഷും കൈമാറി. അത്ലറ്റിക് കോച്ച് അരവിന്ദാക്ഷൻ, പരിശീലകരായ KR സാംജി, അജിത് ഇട്ടിവർഗീസ്, ചാൾസ് എടപ്പാട്ട്, മാനേജർമാരായ സജൻ ദാസ്, ദിവ്യ എന്നിവർ പങ്കെടുത്തു. ടീമിന്റെ ജനറൽ മാനേജർ ഡോക്ടർ ജോസ് ജോൺ, ജോർജ് CK, പ്രവീൺ എന്നിവരും ടീമിന്റെ കൂടെയുണ്ട്. 36 ആൺകുട്ടികൾ, 31 പെൺകുട്ടികൾ അടക്കം 77 കുട്ടികളാണ് അണ്ടർ-17 ജൂനിയർ മീറ്റിന് ഉത്തർപ്രദേശിലെ ലക്നൌവിലേക്ക് യാത്ര തിരിക്കുന്നത്. പെരിഞ്ഞനം പൊന്മാനിക്കുടം മുൻപ് വീട്ടിൽ ശ്രീ വിശ്വനാഥപുരം ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. കാഴ്ചശീവേലിയിൽ 5 ആനകൾ അണിനിരന്നു. പെരുവനം സതീശൻ മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം അരങ്ങേറി. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല പണിയുന്നതിനെതിരെ KCBC മദ്യലഹരി വിരുദ്ധ സമിതിയുടെ മധ്യമേഖലാ നേതൃത്വത്തിൽ തൃശൂർ, ഇരിങ്ങാലക്കുട, പാലക്കാട്, സുൽത്താൻപേട്ട്, കോട്ടപ്പുറം രൂപതകളിലെ പ്രതിനിധികൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യോഗം ചേർന്നു. പ്രാദേശിക സമരസമിതി അംഗമായ സുനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. മധ്യമേഖലാ ഡയറക്ടർ ഫാദർ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ അധ്യക്ഷനായി. പെരിങ്ങാട് തിരുനെല്ലൂർ പാടം റോഡിൽ മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. രാത്രിയിൽ വാഹനമിടിച്ചാണ് ചത്തതെന്ന് കരുതുന്നു. ഈ മേഖലയിൽ മുള്ളൻ പന്നികളുടെ ശല്യം വർദ്ധിച്ചുവരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിഞ്ഞനം യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം KK യൂസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KS സതീഷ് അധ്യക്ഷനായി. സെക്രട്ടറി ലീന ബാബു, ഏരിയ പ്രസിഡന്റ് KA ബാബുരാജ്, KS സുമ എന്നിവർ സംസാരിച്ചു. ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ സമാപന യോഗം മുണ്ടത്തിക്കോട് CKCLP സ്കൂളിൽ നടന്നു. പോപ്പ് പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട് അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകൻ V മുരളി, ലോക ഫിലിം ചാപ്റ്റർ 1 കുഞ്ഞുനീലി കുമാരി ദുർഗ, C വിനോദ് എന്നിവരും സംസാരിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം മണിഗ്രാമം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദേശവിളക്ക് ഇന്ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികളായ പ്രഭാകരൻ, സദാനന്ദൻ എന്നിവർ അറിയിച്ചു.
കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കുമ്പെഴുന്നള്ളിക്കും. തത്തുമസി ജനാർദ്ദനനും സംഘവും വിളക്കിന് നേതൃത്വം നൽകും. പാഞ്ഞാൾ പഞ്ചായത്തിലെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളായ TK വാസുദേവൻ, TT മോഹനൻ, സംഗീത സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പൈങ്കുളം ഡിവിഷൻ പ്രചരണം നടന്നു. സമാപനം DCC സെക്രട്ടറി നൌഷാദ് കടങ്ങോട് ഉദ്ഘാടനം ചെയ്തു. UDF 14-ാം വാർഡ് സ്ഥാനാർത്ഥി ഫസലു, യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലേഷ്, പാഞ്ഞാൾ, മറ്റു നിരവധി UDF നേതാക്കന്മാർ എന്നിവരും പങ്കെടുത്തു. LDF എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പൊതുയോഗം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. LDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ TK മനോജ് കുമാർ അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, MS സിദ്ധൻ, S ബസന്തലാൽ, KM അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള നോട്ടറി അഡ്വക്കേറ്റ്സ് ഫോറം ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുട കാക്കത്തുരുത്തിയിൽ ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 2-ന് നടക്കുന്ന അക്കാദമിക് സെഷൻ ജില്ലാ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് PP സെയ്തലവി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോംസൺ മൈക്കിൾ, മറ്റ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജോസ് മേച്ചേരി, അഡ്വക്കേറ്റ് ബിക്സൺ ടി പോൾ, അഡ്വക്കേറ്റ് OU ജോൺ, അഡ്വക്കേറ്റ് PK അശോകൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അയ്യന്തോൾ മേഖല മർച്ചന്റ്സ് അസോസിയേഷൻ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോഷി തേറാട്ടിൽ അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി EA ജോസഫ്, ജില്ലാ സെക്രട്ടറി VT ജോർജ്, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. BLM ഇരിങ്ങാലക്കുട രൂപത കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 18ാമത് ബത്ലഹേം ബൈബിൾ കൺവെൻഷൻ നടത്തുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. ആളൂർ ധ്യാന കേന്ദ്രത്തിൽ ഡിസംബർ 11 മുതൽ 14 വരെയുള്ള തീയതികളിലാണ് വൈകിട്ട് 4 മുതൽ 9 വരെ കൺവെൻഷൻ. ഭാരവാഹികളായ ബാബു ഐസക്, ജിമ്മി വർഗീസ്, KO വിൻസെന്റ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കല്ലുംപുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ കലണ്ടർ പ്രകാശനം ചെയ്തു. കടവനൂർ സെന്റ് പോൾസ് മാർത്തോമ ചർച്ച് വികാരി ഫാദർ ലിനു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഫെലോഷിപ്പ് പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ അധ്യക്ഷനായി. പരിപാടിക്ക് പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ, ജനറൽ സെക്രട്ടറി സിജു ചുമാർ, റിലീഫ് മിഷൻ കൺവീനർ ജോസ് വൈദ്യർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലങ്കര മുക്കാട്ടുകര യൂണിറ്റ് 2ാം ഹെൽത്ത് കാർഡ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സുധീഷ് KS പതാക ഉയർത്തി. ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സുധീഷ് KS അധ്യക്ഷനായി. മോഹൻദാസ്, ബാബു C ജോൺ, ജോസ് പടവൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് 22ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഷാഹിർ പഴു പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വാക്ക് വിത്ത് ഷാഹിർ എന്ന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. AICC ജനറൽ സെക്രട്ടറി TN പ്രതാപൻ ജാഥ നയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,955 രൂപ, പവന് 95,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. നടി ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. ശിക്ഷാവിധി വെള്ളിയാഴ്ച.
ദിലീപിനെ വെറുതെ വിട്ട സംഭവത്തിൽ അനുകൂലിച്ചും എതിർത്തും പ്രതികരണങ്ങൾ. മഞ്ജു വാര്യർക്കെതിരെയും പോലീസിനെതിരെയും കടുത്ത ആരോപണവുമായി ദിലീപ്. ചാലക്കുടി ചായ്പൻകുഴിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 68കാരൻ മരിച്ചു. വനവകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ഗുരുവായൂർ ചൂൽപ്പുറത്ത് JCB തട്ടി ബസ് കാത്തുനിന്നിരുന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിനു സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. 7 ജില്ലകളിൽ നാളെ വോട്ടെടുപ്പ്. തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നാളെ സമാപനം. ജില്ലയിൽ വോട്ടെടുപ്പ് വ്യാഴാഴ്ച. അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉടമകൾ 100 കോടിയിലേറെ രൂപയുടെ നിക്ഷേപവുമായി കമ്പനി പൂട്ടിമുങ്ങിയെന്ന ആരോപണവുമായി നിക്ഷേപകർ. തൃശൂർ റീജിയണൽ ഓഫീസ് ഉൾപ്പെടെ അടച്ചുപൂട്ടി. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.